പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗം സംബന്ധിച്ച് ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോകൾ ചെയ്തിരുന്നു. കാരണം വിജയൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗം ഇടതുപക്ഷ ഭരണകാലത്ത് പ്രതിപക്ഷം വലിയ വിവാദമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഭരണത്തിൽ വന്നിട്ട് ഇപ്പം ആ ഹെലികോപ്റ്റർ ഉപയോഗം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ UDF സർക്കാർ ശ്രമിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ UDF പ്രതിപക്ഷത്തിൽ നിന്ന് എന്തൊക്കെ എതിർത്തോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ UDF ഗവൺമെൻറ്. അതുകൊണ്ട് ഞാനെൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഹെലികോപ്റ്ററിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-2 വീഡിയോകൾ ഞാൻ ഇതിനുമുമ്പ് ചെയ്യുകയുണ്ടായി. എൻ്റെ സുഹൃത്ത് മുരിന്തോക്കിൽ തോമസ് ഈ ഹെലികോപ്റ്റർ ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ചോദിച്ചപ്പോൾ ആഭ്യന്തര വകുപ്പ് പറഞ്ഞത്, അപ്പോൾ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിൻ്റെ മാസ വാടക, എത്ര മണിക്കൂർ ഉപയോഗിച്ചു, ആരൊക്കെ യാത്ര ചെയ്തു, എത്ര രൂപ ചെലവായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വിശദമായിട്ടുള്ള വിവരാവകാശ ചോദ്യങ്ങൾ എൻ്റെ സുഹൃത്ത് മുരന്തോക്കിൽ തോമസ് ചോദിച്ചത്. അതിന് മറുപടിയായി രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പ് നൽകിയത് 80 ലക്ഷം രൂപയാണ് വാടക. എന്നാൽ എത്ര മണിക്കൂർ ഉപയോഗിച്ചു, ആരൊക്കെ യാത്ര ചെയ്തു, 10 വർഷത്തിനിടയിൽ എത്ര രൂപ ഇതിന് ചെലവായി എന്നൊക്കെ ഉള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ തരാൻ ബുദ്ധിമുട്ടാണ്, അത് രഹസ്യമാണ് എന്നാണ് ആഭ്യന്തര വകുപ്പ് പറഞ്ഞത്. അതിനെ തുടർന്ന് എൻ്റെ സുഹൃത്ത് തോമസ് അപ്പീൽ കൊടുത്തു. സുഹൃത്തുക്കളെ, ആ അപ്പീലിന്മേൽ സിമൻ തോമസിന് അതിനുള്ള മറുപടി ലഭിച്ചിരിക്കുന്നു. ആ മറുപടിയിൽ എത്ര മണിക്കൂർ യാത്ര ചെയ്തു, ആരൊക്കെയാണ് യാത്ര ചെയ്തത് എന്നൊക്കെ ഉള്ള വിവരങ്ങളൊക്കെ എപ്പോഴും രഹസ്യമായി വെച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല, അത് വെച്ചോട്ടെ. പക്ഷേ എത്ര ചെലവായി എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നു. കാരണം ഇത് നൽകാത്തത് സംബന്ധിച്ച് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. കാരണം ഇതിനുപയോഗിച്ച പണം നികുതിപ്പണമാണല്ലോ. എൻ്റെയും നിങ്ങളുടെയൊക്കെ നികുതിപ്പണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് തരാതിരിക്കാൻ സർക്കാരിന് കഴിയില്ല. ഇത് തന്നില്ലെങ്കിൽ തരാൻ എവിടം വരെ വേണമെങ്കിലും പോരാടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ രൂക്ഷമായ ഭാഷയിൽ വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇവരിപ്പോൾ തന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണല്ലോ. ഗവൺമെൻറ് എന്ന് പറയുന്നത് UDFൻ്റെതാണല്ലോ. അവർക്കിപ്പോൾ ഞാനിപ്പോൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചാൽ അവർ തരണമെന്നൊന്നുമില്ല. എന്തായാലും മുരന്തോക്കിൽ തോമസിന് മറുപടി ലഭിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, ആ മറുപടി നമ്മൾ കേട്ടാൽ നമ്മൾ ഞെട്ടിത്തരിച്ചു പോകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അതായത് 2ാം പിണറായി സർക്കാർ 5 വർഷത്തേക്കാണ് ഇത് വാടകയ്ക്കെടുത്തത്. എന്നാൽ ആദ്യത്തെ തവണ വാടകയ്ക്കെടുത്തപ്പോൾ ടെൻഡറില്ലാതെയാണ് എടുത്തത്. അതിനെക്കുറിച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് 2ാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്കും ടെൻഡർ കൊടുത്ത് ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്ന് അത് തുടർന്നു. അത് ഏതാണ്ട് 2-3 മാസക്കാലത്തിനുള്ളിൽ ആ കരാർ അവസാനിക്കാനിരിക്കുകയായിരുന്നു. അവസാനിക്കാനിരുന്നപ്പോഴാണ് നമ്മുടെ പുതിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനും ഹെലികോപ്റ്റർ യാത്ര തുടരണം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത് തുടരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് പ്രതിപക്ഷത്തിൻ്റെ കാലത്ത് എതിർത്തിരുന്നൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ലല്ലോ, അത് നമുക്കാണല്ലോ പ്രശ്നം. അദ്ദേഹത്തിനൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് അദ്ദേഹം അത് തുടരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കുകളാണ് ഞാനിപ്പം എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകും. കേട്ടാൽ ഞെട്ടും എന്ന് മാത്രം നമ്മൾ വിചാരിച്ചോളുക. സുഹൃത്തുക്കളെ, 2019-20 മുതൽ 2025-26 വരെ, 19-20-21 അതിൽ എനിക്ക് 1-2 വർഷം ഇടയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ മൊത്തം ഹെലികോപ്റ്റർ ഉപയോഗത്തിന് പിണറായി വിജയൻ ഖജനാവിൽ നിന്ന്, എന്ന് വെച്ചാൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് വിജയൻ എടുത്ത് ചിലവഴിച്ച തുക 48,76,42,718 രൂപയാണ്. എന്നുള്ളത് ഏതാണ്ടൊരു 48 കോടി രൂപ, 50 കോടി രൂപയുടെ അടുത്ത്. ആ 48,76,00,000 പെൻഡിങ് ആയിട്ട് ഇനി ഒരു 3 മാസത്തെ കൊടുക്കാനുണ്ട്. അത് 2,40,00,000.
അപ്പോൾ ആ പെൻഡിങ്ങും കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത് 48,76,42,718 രൂപ. അപ്പോൾ നമുക്കറിയാലോ, ഇത് പോലീസ് വകുപ്പ്, ഇത് ഈ മാവോയിസ്റ്റുകളെ നിരീക്ഷിക്കാനും അതിനും ഇതിനുമൊക്കെ പോലീസ് വകുപ്പിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് എടുത്തത്. എന്നാൽ ഇത് വിജയൻ്റെ സുഖയാത്രയ്ക്ക് വേണ്ടി, കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചു മുടിച്ച് ജനങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ വിജയൻ്റെ സുഖയാത്രയ്ക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ വിവരങ്ങൾ നമുക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാരൊക്കെയാണ് ഉപയോഗിച്ചത്, എത്ര മണിക്കൂറാണ് ഉപയോഗിച്ചതെന്നുള്ള വിവരം വിജയൻ്റെ കാലത്ത് നിയമിതനാവുകയും വിജയം പോണതിന് മുമ്പേ 1 വർഷത്തെ കാലാവധി നീട്ടിക്കൊടുക്കുകയും സതീശ രമേശ് ചെന്നിത്തല സർക്കാർ വന്നതിന് ശേഷം ഇപ്പോൾ സസുഖം DGP തസ്തികയിൽ തുടരുകയും ചെയ്യുന്ന റവാഡ ചന്ദ്രശേഖർ നമുക്ക് തരാത്തത്. കാരണം വിജയൻ ആണല്ലോ അയാൾക്ക് കാലാവധി നീട്ടിക്കൊടുത്തത്. അപ്പോൾ വിജയൻ എത്ര കാലം യാത്ര ചെയ്തു ഇതിനകത്തുള്ളത് പുറത്തു വരാൻ പാടില്ല. അതുകൊണ്ടാണ് അത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. എന്തായാലും 48 കോടി രൂപ. സുഹൃത്തുക്കളെ, നമ്മളത് കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നത് 2021-22 വരെ 22,32,00,000 രൂപ, 25-26 വരെ പിന്നെ ഏതാണ്ട് 24 കോടി രൂപ. അങ്ങനെയാണ് ഈ 46, പിന്നെ പെൻഡിങ് 46 കൂടെ ചേർത്ത് 48 വരും. അതിൽ നമ്മൾ ഓർത്തോണം, 2019-20 മാത്രം, ആ വർഷം മാത്രം വിജയൻ ഉപയോഗിച്ച ഈ ഹെലികോപ്റ്ററിന് കൊടുത്ത വാടക 18,20,12,648 രൂപ. ഒറ്റ വർഷം മാത്രം 18 കോടി. 21-22 4,12,00,000. 22-23 അത് ഉപയോഗിച്ചില്ല. 23-24 3,20,00,000. 24-25 12,83,79,000. 25-26 8 കോടി. ഇങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അതിൽ അപ്പം അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ പെൻഡിങ് കൂടെ ചേർത്ത 48 കോടി രൂപയിൽ ഏതാണ്ട് 30 കോടി രൂപയ്ക്ക് യാത്ര നടത്തിയതും 2 വർഷത്തിലാണ് എന്ന് നമ്മൾ ഓർത്തോണം. 2 വർഷത്തിൽ 2019-20 18,20,00,000, 2024-25 12,83,00,000, 25-26 8 കോടി. അപ്പം ഈ 48 കോടിയിലാണ്ട് 38 കോടി രൂപയുടെ യാത്ര നടത്തിയിരിക്കുന്നത് 3 വർഷത്താണ്. ഓർക്കണം നമ്മൾ. അതായത് അടിയന്തരമായി യാത്ര ചെയ്യാനായിട്ട് ചെറിയ വാടകയിൽ നേവിയിൽ നിന്നൊക്കെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാമായിരുന്നു എന്നിരിക്കെയാണ് ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് ഒരു മാസം ഭീമമായ തുക, അതായത് 80 ലക്ഷം രൂപയുടെ വാടക കൊടുത്തുകൊണ്ട് ഈ ഹെലികോപ്റ്റർ എടുത്ത് വിജയൻ അതിഭീകരമായിട്ടുള്ള ഈ ധൂർത്ത് നടത്തിയത് നമ്മൾ ആലോചിക്കും. അതായത് 2, 4, 5 യഥാർത്ഥത്തിൽ 6 വർഷക്കാലത്തിൽ 5 വർഷക്കാലം കൊണ്ടാണ് ഈ 48 കോടി രൂപയുടെ ധൂർത്ത് നടത്തിയിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും 5 സീറ്റുള്ള 10 ഹെലികോപ്റ്റർ വാങ്ങാനുള്ള പണമാണ് ഏതാണ്ട് ഈ 48 കോടി രൂപ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2-3 മാസത്തിനുള്ളിൽ ഇതിൻ്റെ കാലാവധി അവസാനിക്കാൻ പോയിരിക്കെ ഇത് കരാറ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി DGP അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത്. കാരണം പുതിയ മുഖ്യമന്ത്രിക്കും പുതിയ ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മളിവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ആളുകളാണല്ലോ. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കയറി വരുന്നവൻ അവനൊക്കെ തോന്നിയാസാണല്ലോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 6 വർഷക്കാലം കൊണ്ട് ഈ 50 കോടി രൂപയ്ക്കടുത്ത് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് ധൂർത്തായിട്ട് കണക്ക് കൂട്ടണ്ടേ സുഹൃത്തുക്കളെ? അതിഭീകരമായിട്ടുള്ള ധൂർത്തല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി, 5 വർഷക്കാലം എത്രയോ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരുന്നത്. അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി. 1.5 ലക്ഷം രൂപയുടെ കടവുമായിട്ട് കയറി വന്ന് ഇവർ പോയപ്പോഴത്തേക്കും ഏതാണ്ട് 6 ലക്ഷം കോടി രൂപയുടെ കടം വരുത്തി വെച്ചിട്ടാണ് ഇവർ പോയത്. അപ്പം അത്രയും വലിയ കടം, സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് വിജയൻ ഈ 48 കോടി രൂപയ്ക്ക് ഹെലികോപ്റ്റർ മേടിച്ച് അതിഭീകരമായിട്ട് ധൂർത്ത് നടത്തി എൻ്റെ നിങ്ങളുടെയൊക്കെ നികുതി പണം ചെലവഴിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായ ധൂർത്താണെന്ന് കണ്ട് അതിനെ ആ നിലയിൽ സമീപിക്കേണ്ടതല്ലായിരുന്നു UDF. എന്നാൽ അവരതിനെക്കുറിച്ച് മിണ്ടുന്നില്ല.
അവരിപ്പോൾ എന്താ ചെയ്യുന്നത്? അതെങ്ങനെ തങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറയും, ഇതാണ് നമ്മുടെ ഒരു ഗതികേട്. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പിന്നെ ജോലിയുള്ളൂ. പക്ഷേ ആ ജോലി നമ്മൾ ചെയ്യുന്ന സമയം വരുമ്പോൾ ഈ LDF-ന് കിട്ടിയ പോലെ തന്നെ UDF-നും കൊടുക്കും ആളുകൾ എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വിജയൻ പിന്നെ 5 വർഷം കൊണ്ട് അതായത് 19, 20, 21, 22, 23, 24, 24, 25, 25, 26 5 വർഷം കൊണ്ടാണ് വിജയൻ ഏതാണ്ട് 50 കോടി രൂപയ്ക്കടുത്ത് പിന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ആ 5 വർഷത്തിൽ 3 വർഷം കൊണ്ടാണ് ഈ 48 കോടി രൂപയിൽ 38 കോടി രൂപയുടെയും ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് വിജയൻ നടത്തിയിട്ടുള്ള ധൂർത്തിൻ്റെ ഒരു ഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാക്കിയുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ പുറത്തു കൊണ്ടുവരും. ഇത് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഈ ധൂർത്തിനെക്കുറിച്ച് വലിയ തോതിൽ വാദോരാതെ പറഞ്ഞിരുന്ന VD സതീശനും കൂട്ടരും അധികാരത്തിൽ വന്നതോടെ അതൊക്കെ മറന്ന് ആ ധൂർത്തിനി തങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള പിന്നെ കാര്യം ആണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. 5 സീറ്റർ ആയിട്ടുള്ള 10 ഹെലികോപ്റ്റർ വാങ്ങാമായിരുന്ന സ്ഥാനത്താണ് ഈ ധൂർത്ത് വിജയൻ താൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് 5 വർഷം കൊണ്ട് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിൽ എൻ്റെ സുഹൃത്തുക്കളോട് പറയാൻ.